Ladies and gentlemen, this is Adarsh and welcome to my Conedi. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഈ സീരിയൽ കില്ലിങ്സ് ബേസ്ഡ് ഒരു സീരീസിനെ പറ്റിയിട്ടാണ്. ഈ സീരിയൽ കില്ലിങ്സ് ബേസ്ഡ് സീരീസോ സിനിമകളൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് ജോണർ ആണോ എന്നാൽ കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് വന്നിട്ടുണ്ട്. കുറെ സീരിയൽ കില്ലിങ്സ് ബേസ്ഡ് സീരീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമകൾ വന്നിട്ടുണ്ട്. ഇത് എന്തിനു കാണണം? ദ നേഷൻ വാണ്ട്സ് ടു നോ. എല്ലാ സീരിയൽ കില്ലിങ്സ് ബേസ്ഡ് സിനിമയോ സീരീസോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയായിരിക്കും ഒരു സീരിയൽ കില്ലർ ഉണ്ടാവും, അവനെ തപ്പിയിട്ട് കഷ്ടപ്പെട്ട് പോണ കുറച്ച് പോലീസ് ഓഫീസേഴ്സ്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഒരു സീരിയൽ കില്ലറെ പിടിക്കാൻ വേറെ പഴയ ഒരു റിട്ടയർഡ് സീരിയൽ കില്ലറിനെ കൊണ്ടുവരുന്നു. വേണമെങ്കിൽ ഒരു ഡൊമസ്റ്റിക് സീരിയൽ കില്ലിംഗ് ബേസ്ഡ് സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നൈസ നമ്മുടെ മാധുരി ദീക്ഷിതിന്റെ മിസ്സിസ് ദേശ്പാണ്ഡെ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. 6 എപ്പിസോഡിന്റെ സീരീസ് ആണ്. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. മലയാളം ഡബിംഗ് ഒക്കെ കൊള്ളാം. ഞാൻ മലയാളം കുറച്ച് കണ്ടു നോക്കി, പിന്നെ ഹിന്ദി തന്നെ കണ്ട്. മോശമൊന്നുമില്ല മലയാളം. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാധുരി ദീക്ഷിത് റിട്ടയർഡ് പറഞ്ഞപ്പോ ജയിലിൽ കിടക്കുന്ന സീരിയൽ കില്ലറാണ്. ആൾക്കൊരു മോഡ് ഉണ്ട്, കുറെ ആൾക്കാരെ കൊല്ലണ. 8-9 ആൾക്കാരെ കൊന്ന സ്ത്രീയാണ്. കുറെ കൊല്ലത്തിന് ശേഷം വീണ്ടും സെയിം പാറ്റേണിൽ അതേപോലെ തന്നെ ഡിക്ടോസ് ആണ് കില്ലിങ്സ് നടക്കണം. അപ്പൊ ഇത് അന്വേഷിക്കാൻ പിന്നെ പോലീസ് ഓഫീസേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നേരെ നമ്മുടെ ചാച്ചീനെ വിളിച്ചു. ചാച്ചി വരുന്നു, ഇത് കണ്ടുപിടിക്കോ ഇല്ലേ, ആരാണ് ഇത് കൊന്നത്, ഇതൊക്കെയാണ് ഈ സീരീസ് പറഞ്ഞു പോകണം. ദിസ് ഈസ് ആക്ച്വലി നൈസ് സീരീസ് ആണ്. അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊരു സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ ആ ഒരു ജോണർ അല്ല. മോർ ഓവർ ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മദർ സൺ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിത്തെ കില്ലർ ഒരൊറ്റ മനുഷ്യൻ, ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതില് 6 എപ്പിസോഡിൽ 6ാമത്തെ എപ്പിസോഡിലല്ലാതെ ഒരൊറ്റ മനുഷ്യൻ ഇന്ന ആളായിരിക്കും കില്ലറിന് കണ്ടുപിടിക്കില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവര് പറയും ഇന്ന ആളാണ് കില്ലർ, എല്ലാ തെളിവും ആൾക്കെതിരെ ഉണ്ടാവും, പോയി പിടിക്കുമ്പോ അയാൾ ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും. 1 അല്ല 2 അല്ല 3-4 തവണ അങ്ങനെ ആവുന്നുണ്ട്. ആൻഡ് കില്ലർ അത് അടിപൊളി ട്വിസ്റ്റ് ആയിരുന്നു. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ ഞാനൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടോ സംഭവം എന്നൊക്കെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ 6 എപ്പിസോഡ് 6 മണിക്കൂറാണ്. ഒരു എപ്പിസോഡ് ഏകദേശം 1 മണിക്കൂറുണ്ട്. കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയി കണ്ടിട്ട്. ഇത് വലിച്ചു നീട്ടി എന്തൊക്കെ കിടുസാനോട് പറഞ്ഞാലും ആ 1 മണിക്കൂറൊക്കെ ദാറ്റ്സ് അൺബിയറബിൾ. കാരണം ഇത് വലിച്ചു നീട്ടി കാണിക്കുകയാണേ. ഇതിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാധുരി ദീക്ഷിതിനെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുള്ള ഒരു വീട്, ആ വീട് പിന്നെ കുറച്ച് കേസ്, ഇതിങ്ങനെ മാറ്റി കാണിക്കുന്നുണ്ട്. ഈ 1 മണിക്കൂറൊക്കെ ഒരു ബാലികേറ മല പോലെ തോന്നിയത്. സ്റ്റിൽ ഇതിൽ മാധുരി ദീക്ഷിതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് മോനെ. എണ്ണക്ക പണി വെച്ചിരിക്കുക. കിടു പെർഫോമൻസ് ആയിരുന്നു. അയമെ കാണുമ്പോ തന്നെ എന്നാ ഒരു ഐശ്വര്യാണ്, എന്നാ ഒരു ഗ്രേസ് ആണ്. കിടു ലുക്കുമായിരുന്നു. ആ പയ്യന്റെ അമ്മയാണെന്നൊന്നും കണ്ടാ പറയില്ല കേട്ടാ, സീരിയസ്ലി പറയാലോ. ആൻഡ് ഇതിലത്തെ ചില ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ടുവേർഡ്സ് എൻഡ് ഒരു ടെയിൽ എൻഡ് പോലെ വേറൊരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര തെണ്ടിത്തരം. എനിക്ക് തല്ലിക്കൊല്ലണം, എന്നോ കൊല്ലണ്ടായിരുന്നു അവനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ മാധുരി ദീക്ഷിത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്ന അലക്സ് പറഞ്ഞിട്ട് ഒരു പയ്യന് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ പയ്യൻ ഭയങ്കര ഇന്നസെന്റ് ആണ്. ഒരു സമയത്ത് ആളായിരിക്കും കില്ലർ എന്നൊക്കെ രീതിയിൽ പോകുന്നുണ്ട്. ആളും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ അത്യാവശ്യം നല്ലൊരു സീരീസ്. വൻ കിടു സാധനം എന്നൊന്നും ഞാൻ പറയില്ല. ദിസ് ഈസ് എ നൈസ് എന്ന് പറയാം. ഡ്യൂറേഷൻ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. മറ്റേ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചവരും എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 മൊമെന്റ്സിലൊക്കെ കുറച്ച് ത്രില്ല് അടുപ്പിക്കും. പിന്നെ ഇമോഷണൽ സീൻസ് ഉണ്ട്. ഇമോഷണൽ സീൻസ് പറഞ്ഞാൽ പാസം അങ്ങോട്ട് കോരി ഒഴിക്കുകയല്ല, നിങ്ങൾ ഇരുന്ന് മോങ്ങ് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള റേഷ്യോയിലുള്ള, നമ്മളല്ലേ കുക്കിംഗ് പെർഫെക്റ്റ് റേഷ്യോ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഇമോഷണൽ സീൻസ് ആണ്. എനിക്ക് അത്യാവശ്യം വർക്കായി. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കണ്ടത്. എല്ലാവർക്കും വർക്കായി ഈ സീരീസ്. സോ വേണ്ടവർ കണ്ടു നോക്കാം. ജിയോ ഹോട്ട്സ്റ്റാറിൽ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. യൂഷ്വൽ ആയിട്ട് കണ്ടുവരുന്ന ഗിമ്മിക്സ്, ഒരു റൊമാൻസ് ഉണ്ട്. അതിനെ പറ്റി പറയണം. ഒരു അവിഞ്ഞ റൊമാൻസ് ഉണ്ട് ഇതില്. മറ്റേ നമ്മുടെ നായകനും നായകന്റെ ഭാര്യയായിട്ട്. ഈ സീരീസിൽ ആകെ മിസ്കാസ്റ്റ് ആ കൊച്ചാണ്. ഗജാതി ഓവറാണ്. എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. ഒന്നാമതേ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു എപ്പിസോഡ് 1 മണിക്കൂറാണ്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ പേക്കൂത്തും കൂടി കാണല് നടക്കൂല. ആ കൊച്ചു ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ആ കൊച്ചിന് പോലും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. ഈ കൊച്ചിന് ഏത് നേരം കെട്ടിപ്പിടുത്ത് ഉമ്മയ്ക്കലും തന്നെ ഉള്ളൂ. മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ, അതുമില്ല. സോ ആ ഒരു ക്യാരക്ടർ ഭയങ്കര മിസ്കാസ്റ്റ് ആയി തോന്നി. ബാക്കി എല്ലാവരും നൈസ് ആയിരുന്നു. അരുൺ പറഞ്ഞൊരു പോലീസ് ഓഫീസർ ആയാലും, ഇവിടെ കൂടെ നിൽക്കണ അവരുടെ പോലീസ് ഓഫീസർ ആയാലും. പക്ഷെ മാധുരി ദീക്ഷിത് എന്നോ കിടു പെർഫോമൻസ് ആയിരുന്നു അറിയും.
സമ്മതിച്ചു കൊടുക്കണം. കാരണം അയമയ്ക്ക് അത്യാവശ്യം പ്രായമായി, സ്റ്റിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആള്. സോ വേണ്ടവർ കണ്ടു നോക്കാം. ജിയോ ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്. സീരിയൽ കില്ലിങ്സ് പരിപാടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ദിസ് ഇസ് ഫോർ യു.